നമ്മൾ ഇവിടുന്ന് കുറച്ച് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 ടോട്ടൽ നമ്മൾ 20 റൗണ്ടാണ് ചെയ്തത്. ഇങ്ങനെ ഇത് 2 റൗണ്ടാണ് ഒന്ന്, അങ്ങനെ 20 റൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബാഗാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ 20 റൗണ്ടുള്ളത് 30 റൗണ്ടൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 15 ഇഞ്ചാണ് ഉള്ളത്. 15 ഇഞ്ചിൻ്റെ 15.5 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി വിടുത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഭാഗം ഒരു 4 5 റൗണ്ട് കൂടുതൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ ആണ് കഴിഞ്ഞിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം, ചെയിൻ 1 ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ട് ഇതാ ഇനി ഇങ്ങോട്ട് നമുക്കിങ്ങനെ ഈ ഒരു ബോർഡർ ചുറ്റിലും ബോർഡർ നമുക്കിങ്ങനെ നീറ്റിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ ചുറ്റിലും ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡർ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് മാർക്കർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതാ തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെയൊക്കെ നമ്മൾ ഓരോ ചെയിൻ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബോർഡർ ഇങ്ങനെ നമുക്ക് നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്ത് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കാം. വീണ്ടും ഇതാ ഈ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ബോർഡർ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബോർഡർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും നമുക്ക് ബോർഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിതാ ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത് ഈ ഇങ്ങനെ കാണുന്ന ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബോർഡർ ഒരു നല്ല നീറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ എഡ്ജസൊക്കെ നല്ല നീറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതാ ഈ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ നമ്മൾ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 1 സെയിം ചെയിന് തന്നെ 2 സെയിം തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് ഇങ്ങോട്ട് ടേണായി വരും. ഇതുവരെ നമ്മളിങ്ങനെ ചെയ്ത് 3 സിംഗിൾ ക്രോഷേ ചെയ്തപ്പോൾ വർക്ക് ഇങ്ങോട്ട് ടേണായി. നമ്മളിതാ ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ട് എല്ലാ ചെയിൻ സ്പേസിലും ഇങ്ങനെ നോക്കിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അധികം ഗ്യാപ്പ് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ചെയിനിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഗ്യാപ്പില്ലാതെ തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇവിടെ ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ഗ്യാപ്പാവും. അപ്പോൾ അത് ഏതെങ്കിലും ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണേ. 1 സെയിം സ്പേസിൽ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള യാണാണ്, അതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് 1 ചെയ്യാം. സെയിം സ്പേസിൽ തേർഡ് 1 ചെയ്യാം. അപ്പോൾ അതാ ഈ ഒരു എഡ്ജ് നമുക്ക് ഇങ്ങോട്ട് ടേൺ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ എഡ്ജസൊക്കെ നല്ല വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്യുക. ഇതിൽ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ ഈ ഒരു ലാസ്റ്റ് ചെയിൻ എത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് ചെയിനിലും നമ്മൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വർക്ക് ടേൺ ചെയ്യണം. ആദ്യത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് 1 ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ തേർഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതാ നമ്മളെ വർക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടേൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര വിഡ്ത്തിലും എത്ര ലെങ്ത്തിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നോർമൽ ഒരു സ്ലിംഗ് ബാഗ് എത്ര ഉണ്ടാവുക ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഇവിടെ നിന്നാണ് നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ലെങ്ത്തും വിഡ്ത്തും എത്ര ഉണ്ടെന്ന് നോക്കാം. ലെങ്ത്ത് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തപ്പോൾ നേരത്തെ 15 ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ 16 ഉണ്ട്. 1 ഇഞ്ച് നമ്മൾ അധികം ലെങ്ത്ത് ചെയ്തു, അല്ല വിഡ്ത്ത് ചെയ്തു. ഇതാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. നമുക്കിതാ ഒരു 10 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വിഡ്ത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇനി 2 ഭാഗം ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മളെ ബാഗ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിൽ ഇവിടെ ഈ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ സ്ക്വയറിൽ ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ എത്രയാണോ ഈ ഒരു ഭാഗം ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ബാഗ് ഉണ്ടാവുക. അപ്പോൾ ബാഗിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് എത്ര ഉണ്ടെന്ന് മെഷർമെൻറ്റ് എടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് മെഷർമെൻ്റ് ഉള്ളത് എനിക്ക് 5 ഇഞ്ചാണ്. അപ്പോൾ അതാ ഒരു 4 ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇവിടെ 5 കിട്ടുന്നതെങ്കിൽ 5 കിട്ടിയിട്ടുള്ളത്, അപ്പോൾ 4 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 6 കിട്ടുകയാണെങ്കിൽ 5 ഇഞ്ച് ചെയ്യുക. ഇനിയിപ്പോൾ 7 കിട്ടുന്നെങ്കിൽ 6 ഇഞ്ച് ചെയ്യുക. ഓരോ ഇഞ്ച് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഒരു പീസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 5 6 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോൾ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോൾ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 6 ചെയിൻ സ്റ്റിച്ചിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയിനിലും ചെയ്യുമ്പോൾ നമ്മൾ 5ാമത്തെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യാം. വർക്ക് ടേൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ടോട്ടൽ 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് സെക്കൻഡ് റൗണ്ടിലും നമുക്ക് കിട്ടേണ്ടത്. വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് എത്രയാണോ ഈ ഒരു ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ വിഡ്ത്ത് നമ്മൾ 5 അല്ല, നമുക്ക് ലെങ്ത്ത് വേണ്ടത് 5 ഇഞ്ചാണ്. നമ്മൾ മറ്റേതിൽ ചെയ്തത് 5 ഇഞ്ചാണ്. അതുപോലെ നമ്മൾ ഇങ്ങനെ എത്ര റൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ മെഷർമെൻറ്റ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ചെയ്യാം. അതുപോലെ നമ്മൾ 2 പീസ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്ത് കട്ട് ചെയ്ത് ബാക്കിയുള്ള അതുപോലെ നമുക്ക് 2 പീസ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്യുക, കട്ട് ചെയ്യുക, ബാക്കിയുള്ള ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് ഹൈഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ 2 പീസ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മളിപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഇങ്ങനെ ചുറ്റിലും ചെയ്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ നല്ല ഭാഗം. ഇത് നമ്മളെ ബാക്ക് സൈഡാണ്.
അപ്പോൾ ആ സ്റ്റിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് റൗണ്ടിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നോക്കുക. എന്നിട്ട് ആ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചെയിൻ 1 ചെയ്യുക. നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് എടുത്തിട്ട് ഈ പീസിൻ്റെ ഈ ഫസ്റ്റ് ഭാഗം ഈ ഇവിടുന്ന് ഈ ഫസ്റ്റ് കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളിതാ ഇവിടുത്തെ ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പും ഈ സെക്കൻഡ് പീസിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. ആണോ ചെയ്യുക, ഈ 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും പുറത്തേക്ക് എടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും ഇവിടുത്തെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് പീസിലത്തെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ആണോ ചെയ്യുക, മുകളിലേക്ക് വലിക്കുക. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇവിടുത്തെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് പീസിലത്തെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ 2 പീസസ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പീസിലും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കണേ. ഫസ്റ്റ് പീസിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് പീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജോയിൻ ചെയ്തിട്ടുള്ള ആ പീസിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റിലും സെക്കൻഡ് പീസ് നമ്മൾ ചെയ്തിട്ടുള്ള അതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം എന്താ, ഈ പീസിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഈ ഭാഗം ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാം. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ആ ഒരു എഡ്ജ് ലാസ്റ്റ് സെക്കൻഡ് എഡ്ജ് എത്തിയിട്ടുണ്ട്. ഇതിവിടെ കണ്ടോ, നമ്മളിവിടെ ഇങ്ങനെ ബാഗിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കും ഇതേപോലെ തന്നെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു യാൺ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള യാണാണ്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ആക്കി കൊടുക്കുക. അത് കട്ട് ചെയ്ത് റിമൂവ് ഒന്നും ചെയ്യരുത് കേട്ടോ. അത് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഹൈഡാക്കി കൊടുത്താൽ മതി. അധികം വലിപ്പമുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്യാത്തതാവും ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഇപ്പോൾ ജോയിൻ ചെയ്തതിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാം. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം.
ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റ് ഈ ഒരു സ്റ്റിച്ചിലും ഇതവിടെ ഉള്ള ഈ ജോയിൻ ചെയ്തിട്ടുള്ള ഇതിലെ ലാസ്റ്റ് സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് വലിച്ചിട്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഒരു പോർഷൻ ഇവിടെ ജോയിനായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. ഈ ഒരു ഭാഗത പിന്നെ ഇവിടേക്ക് നമ്മളിപ്പോൾ ഈ ഒരു പീസ് ജോയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല സ്പേസസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഈ ഒരു പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അതിനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതാ നമ്മൾ ഈ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഇതാ ഈ ഒരു ഇങ്ങനെയുള്ള പോർഷൻ ഉണ്ടല്ലോ, ഈ ഇങ്ങനെയുള്ള പോർഷനിൽ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു മറ്റേ പോർഷൻ എത്തുന്ന വരെ നമുക്കിങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇതിപ്പോൾ ഈ ഒരു പീസിൽ മാത്രമാണ് ചെയ്യുന്നത്. ഈ ഒരു നമ്മളെ ടോപ്പിൻ്റെ ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതാ
നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് ഉള്ള ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ ഇതിൽ ബാക്ക് ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് ലൂപ്പും മറ്റേ സെക്കൻഡ് പോർഷൻസിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാം, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് ലൂപ്പും സെക്കൻഡിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാം, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം എടുത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഈ ഒരു യാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തതാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് ഹൈഡാക്കി കൊടുക്കാം കേട്ടോ. ഈ യാണ് അതുപോലെ നമുക്ക് ഇതാ ഒന്ന് ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കാം, പിന്നെ ബാക്ക് സൈഡിലേക്ക് എടുക്കാം. അതിനുശേഷം നമുക്കിത് ഉള്ളിലേക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. യാണ് നല്ലോണം ടൈറ്റാക്കുക. അതിന് ശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ ഓക്കെ വന്നിട്ടുണ്ട്. ഇതങ്ങനെ വെക്കുമ്പോൾ നമ്മളെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമ്മളെ ബാഗിൻ്റെ. ഇനി നമുക്കിതാ ഈ ഒരു ക്ലിപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ക്ലിപ്പാണ് കേട്ടോ. അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെൻറ്ററിലാക്കി വെച്ചിട്ട് ആദ്യം ടൈറ്റാക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കറക്റ്റാണോ നമ്മൾ വെച്ചതെന്നൊക്കെ. അതിനുശേഷം നമുക്ക് ടൈറ്റ് ആക്കാം കേട്ടോ. ഇതുപോലെ പ്രസ് ചെയ്യുന്നില്ല. പ്രസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് വെച്ച പോർഷൻസൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മളെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് ഒരു സ്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാം. കറക്റ്റാണതിന് ശേഷം നമുക്ക് അത് ടൈറ്റ് ചെയ്ത് പ്ലെയർ കൊണ്ടോ നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് സ്പേസസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്ര ലെങ്ത്തും വിഡ്ത്തും വേണമെങ്കിൽ അത് കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു ടാബൊക്കെ നല്ല ഉഷാറായിട്ട് ഇതിൽ നമുക്ക് കൊള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ ഒരു സ്ലിങ് ഇതിനെ കൊണ്ട് തന്നെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അതെല്ലാം നമുക്ക് വേറെ സെപ്പറേറ്റ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഉണ്ടാവുക. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കൊള്ളൂ കേട്ടോ. സ്പേസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ.